ഇന്നലെ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ വിശകലനമാണ് നടത്തിയത്. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റിൽ മേലെ UDF നേടുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഭരണവിരുദ്ധ വികാരത്തിലാണ് എല്ലാ പാർട്ടികളെയും പെട്ട ആളുകൾ ഒരേപോലെ ആരാണോ ഭരിക്കാൻ സാധ്യതയുള്ളവർക്ക് ഈ ഭരണം മാറാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് BJP-യിലുണ്ട്, CPM-ലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, എല്ലാവരും ഉണ്ട്, കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരേ ഒരു കാര്യം, ഈ ഭരണം മാറണം. അതാണ് ആര് വരും എന്നുള്ളതാണ്. അപ്പോൾ UDF ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും അധികം മുന്നിൽ വന്നിരിക്കുന്നത് ഈ ശബരിമല ഇഷ്യൂ. അത് ഹിന്ദു വോട്ടുകൾ നല്ലൊരു ശതമാനം, വിശ്വാസികളുടെ വോട്ടുകൾ ഒരു പരിപൂർണ എല്ലാ മേഖലകളിലും വിശ്വാസി വോട്ട്, ഹിന്ദു വോട്ട് പ്രത്യേകിച്ചും, അത് ഒരേപോലെ UDF-ലേക്ക് പോകുന്നു. അതിന് കാരണം അടുത്ത് ഭരിക്കാൻ പറ്റുന്നത് UDF ആണ്. അതിന് ഈ ഭരണം മാറണം. ഈ ഭരണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നിരിക്കുന്നത്, എല്ലാ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു വികാരമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ വെള്ളാപ്പള്ളി പോലെയുള്ള അല്ലെ ബാലനെ പോലെയുള്ള പിണറായി പോലെയുള്ള ആളുകളുടെ പ്രസ്താവന, എന്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അടുപ്പിക്കാനുള്ള ഒരു പ്രസ്താവനകൾ, പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ അകത്ത്. അതിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരേപോലെ UDF-ലേക്ക് പോകുന്നത്, ഹിന്ദു വോട്ടുകൾ. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞത് ഇത്തവണ UDF വൻ വിജയം നേടുന്നു എന്നുള്ളതാണ്. അതിൽ BJP-യുടെ സെൻറ്ററുകളിൽ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ BJP-യുടെ വോട്ടുകൾ കഴിഞ്ഞ ഇപ്രാവശ്യം എത്രയാണോ കിട്ടിയത് 10% വോട്ട് UDF-ലേക്ക് മിനിമം പോകാൻ സാധ്യതയുണ്ടെന്നാണ്. അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 15% മേലെ UDF-ലേക്ക് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അത് പ്രകാരം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്രാവശ്യം എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നല്ല പഠിച്ചു. ഇനി കൊല്ലത്തേക്ക് കടക്കുമ്പോൾ പുനലൂർ നമുക്കെടുക്കാം. പുനലൂരിൽ ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 57,291 വോട്ടാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. 65,621 വോട്ട് ആർക്കുണ്ട്? LDF-നുണ്ട്. 19,947 വോട്ടാണ് BJP-ക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 8,307 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF-നാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഈ ട്രെൻഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ള പ്രത്യേകതയല്ല ഇത്തവണ. കാരണം അതിനേക്കാൾ ഭീകരമായി വന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ നേതാക്കന്മാർക്ക് സ്വാധീനം കൊണ്ടൊക്കെയാണ് വോട്ട് കിട്ടിയതെങ്കിൽ അതേസമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതല്ല, ഈ ഭരണം മാറ്റമാണ് പ്രധാനമായിട്ട്. അതിൽ 65,661 വോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ 15% എന്ന് പറയുമ്പോൾ ഏകദേശം 9,000 മേലെ, 9,750, 10,000 വോട്ടിൻ്റെ അടുത്ത് മറിയുന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ എന്തായി, അവരുടെ വോട്ട് 55,000 മറ്റവരുടെ വോട്ട് 67,000, 11,000 വോട്ടിൻ്റെ ലീഡായി. പ്ലസ് BJP-ൻ്റെ ഒരു വോട്ട് 19,947 ഏകദേശം 2,000 വോട്ട് മറഞ്ഞാൽ എത്രയായി? ഇവർക്ക് 67 69 എന്ന് പറയുമ്പം ഏകദേശം 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ, 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ പുനലൂരിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കണക്ക്. 13,000. അതായത് ഇവിടെ ഒരു വലിയ UDF-ൻ്റെ പ്രചരണ തന്ത്രത്തിലൊരു വലിയ തകരാറുണ്ട്, ബേസിക്കായിട്ടൊരു തകരാറുണ്ട്. അത് ഞാൻ കാണുന്നത്, ഇവർ എല്ലാം പിണറായി വിജയനെ കോർണർ ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അറ്റാക്ക് മുഴുവൻ പിണറായി വിജയൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. നാളെ ഏതെങ്കിലും കാരണത്താൽ പിണറായി വിജയൻ രംഗത്ത് നിന്ന് സ്വയം മാറി നിൽക്കുക, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയോ മറ്റ് ആരോഗ്യപരമായി മാറി നിൽക്കുകയോ ചെയ്ത് മൂന്നാമതൊരു മുഖം, ഇപ്പം G. സുധാകരനോ അല്ലെങ്കിൽ C. രവീന്ദ്രനാഥോ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒരു മുഖം മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഈ പിക്ചറിൽ മാറ്റം വരും. ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ തന്നെ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിലും ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടോ എതിരായിട്ടുള്ള വികാരമുണ്ട്. അല്ല, അതുണ്ടാക്കാം. പക്ഷെ എന്നിരുന്നാലും ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി മാത്രമല്ല, ഭരണവിരുദ്ധ വികാരമാണ് മൊത്തത്തിൽ. അപ്പോൾ LDF-നെതിരെയുള്ള ഒരു വികാരം ഇവർ വേണ്ട, ഇവരെ എങ്ങനെ ഭരിച്ചാലും വേണ്ടെന്ന് പറഞ്ഞു എന്ന ആ രൂപത്തിലെയാണ് വരുന്നത്. ശരിക്കും പിണറായി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കൂടുതലുണ്ടാകും. പക്ഷെ അല്ലെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം, ഈ ന്യൂനപക്ഷ ഏകീകരണവും ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഒന്നല്ല രണ്ടല്ല 3 കാരണങ്ങൾ ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ സാർ പറഞ്ഞ 3 കാരണങ്ങളുണ്ട്. ഒന്ന് ഭരണവിരുദ്ധ വികാരമുണ്ട്, ഒന്ന് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമുണ്ട്, അതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കളുടെ ഏകീകരണം UDF അനുകൂലമായിട്ട് വരും. ഇതേപോലെ തന്നെ കുണ്ട്ര കഴിഞ്ഞ ശേഷം മേഴ്സിക്കുട്ടിയമ്മ തേരിയബായി പരാജയപ്പെട്ട സ്ഥലമാണ് വിഷ്ണുനാഥനോട്. അവിടെ 54,199 വോട്ടാണ് UDF-ന് നിൽക്കുന്നത്.
58,457 വോട്ട് ലീഡ് ആർക്കുണ്ട്? ഈ LDF ഇല്ലില്ല, 58,457 വോട്ട് LDF-ന്റെ വോട്ട്. LDF-ന് ലീഡ് ഉണ്ട്. ലീഡ് 4,287 53 വോട്ട് ലീഡ് ഉണ്ട്. കൂടാതെ 33,481 വോട്ട് BJP-ക്ക് ഉണ്ട്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിലുള്ള വോട്ടിൽ LDF-ന് കിട്ടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കിട്ടിയ വോട്ടിന്റെ 15% ഷിഫ്റ്റ് ഇങ്ങോട്ട് വരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 58,457 വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 9,000 വോട്ടിൻ്റെ അടുത്ത്, ഏകദേശം 8,500 വോട്ടിൻ്റെ അടുത്ത് LDF UDF-ലേക്ക് വോട്ട് മാറ്റം ഉണ്ടാകും. അതുകൂടാതെ വേറൊരു മാറ്റമുണ്ട് അവിടെ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3% വോട്ട് തദ്ദേശത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ 3% വോട്ടെന്ന് പറഞ്ഞാൽ LDF-ന് ചെയ്യാൻ മടിയായിട്ട് വീട്ടിലിരുന്നവരാണ്. അവരടക്കം UDF-ന് 12% വരെ. അതെ, അതും കൂടെ കൂട്ടാന്ന്. പക്ഷെ നമ്മൾ ഇതിന്റെ കണക്കിന് ഇപ്പം വന്ന റിപ്പോർട്ടല്ലേ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും ഭൂരിപക്ഷം കിട്ടിയതിന്റെ ആർക്കൊക്കെ വോട്ട് കിട്ടിയെന്നുള്ള കണക്കിന്റെ അടിസ്ഥാനം നമ്മൾ പറയുന്നത്. ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കുണ്ട്രയിൽ 33,481 വോട്ട് BJP കിട്ടി. നല്ല വോട്ട് ശതമാനം വർധനയാണ്. അതിനകത്തൊരു 10% എന്ന് പറഞ്ഞാൽ 3,000 വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 12,000 വോട്ട് ഈ രണ്ടും കൂടെ മറിയുമ്പോൾ 54,000 12 66,000 വോട്ടാണ്. 66,000 വോട്ട് എന്ന് പറയുമ്പോൾ 58,000 മറ്റവർക്കുള്ള 50,000 49,000 ആവും. ഏകദേശം 17,000 വോട്ടിന്റെ വ്യത്യാസമാണ് വരുന്നത്. 17,000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷം കുണ്ട്രയിൽ കിട്ടാം. അതിനെ മറികടക്കാൻ ഇനി ഒരു ക്ഷേമ പ്രവർത്തനം. അതായത് 17,000 വോട്ടിന്റെ ഒരു ടെൻഡൻസിയാണ് അവിടെ വരുന്നത്. ഇതേപോലെ തന്നെ കൊട്ടാരക്കരയും വളരെ 144 വോട്ടിന്റെ ലീഡാണ് ആർക്കുള്ളത് അവിടെ LDF-നുള്ളത്. ബാലഗോപാലിന്റെ മണ്ഡലമാണ്. ബാലഗോപാലായിട്ട് നിൽക്കുന്ന മണ്ഡലത്തിൽ ധനകാര്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 144 വോട്ടിന്റെ ലീഡാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ളത്. അതിൽ 52,672 വോട്ടാണ് UDF-ന് കിട്ടിയെങ്കിൽ 52,816 വോട്ട് LDF-ന് കിട്ടി. 36,556 നല്ല വോട്ട് ശതമാനം വർദ്ധിച്ചു BJP-ക്ക്. അങ്ങനെ നോക്കുമ്പോൾ LDF-ന് 15% വോട്ട് കൊടുക്കുമ്പോൾ 7,500 വോട്ടും, അതേപോലെ മറ്റൊരു 36,556 ഏകദേശം 10% 3,500 വോട്ടാണ്. 11,500 വോട്ട് വരുമ്പോൾ ഇവർക്ക് 70,000 മിച്ചായി. അല്ല, 52,000 63,000 വോട്ടായി. 52 അല്ല, 52 65 52 എന്നുള്ളത് എത്ര കുറയും? 10,000 കുറഞ്ഞാൽ 42ആയി. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരാം. കൊട്ടാരക്കരയിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ചാടുകയാണ്. കൊട്ടാരക്കര പിന്നെ ആരാ സ്ഥാനാർത്ഥി എന്നുള്ള വലിയ കാര്യം. ഐഷാപ്പൊറ്റി എങ്ങനെ UDF സ്ഥാനാർത്ഥി ആയാൽ ഐഷാപ്പൊറ്റിയെ പിന്നെ അവിടെ CPM-ന്റെ കുറെ വോട്ടും കൂടെ മറിയും. അടുത്തത് ചാത്തന്നൂര് ഏറ്റവും രസകരമായ കാര്യം, അവിടെ BJP വളരെ ലീഡ് ചെയ്ത് സെക്കൻഡൊക്കെ വന്നാൽ ഇപ്പം 3-ാം സ്ഥാനത്ത് പോയി 36,550 വോട്ടിലേക്ക് കുറഞ്ഞു. അവിടെ CPM-ന് 54,117 വോട്ടുണ്ട്. നല്ല LDF-ന് 54,117 വോട്ട് നല്ല ലീഡുണ്ട്. 42,465 വോട്ടേ ആർക്കുള്ളൂ? UDF-നുള്ളൂ. 11,652 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അവിടെ. പക്ഷേ ഈ 54,117 15% വോട്ട് UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 7,000-ഓളം വോട്ട് 7,100-ഓളം വോട്ട് 7,000-ഓളം വോട്ട് UDF-ലേക്ക് പോകുന്നു. അതേപോലെ അത് അവരെ വോട്ട് 7,000 വോട്ട് കുറഞ്ഞാൽ 47,000 മാറും. 47,000 ഇവരത് 42 എന്നുള്ള 50,000 മാറും. അപ്പം 13,000 വോട്ടിന് അത് വ്യത്യാസമായി. പിന്നെ BJP-ന്റെ വോട്ടിൽ നിന്ന് 10% ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3,700 വന്നു കഴിഞ്ഞാൽ എത്രയായി? ഏകദേശം 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്ക് കിട്ടുന്നു? UDF-ന് 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിട്ട് മാറും. ഇതെല്ലാം കൊല്ലം ജില്ലയിലാണെന്ന് ഓർക്കണം. കൊല്ലം ജില്ലയിൽ ആഞ്ഞടിക്കുകയാണ്. കാരണം അവിടെ നമ്മുടെ മുകേഷും കൂടി ഉണ്ടല്ലോ. മുകേഷും ഗണേഷും ഉള്ളതുകൊണ്ട് ആവശ്യത്തിലധികം വോട്ട് മാറ്റാനുള്ള അവിടെ CPM-നുള്ളിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPI-യും പ്രശ്നമുണ്ട്. അല്ല, അത് വർദ്ധിച്ച് ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിലാണ്. മാത്രമല്ല CPI-യുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് കൊല്ലം എന്ന് പറയുന്നത്. പിന്നെ കരുനാഗപ്പള്ളിക്ക് എടുത്തു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ 68,699 വോട്ടാണ് UDF-ന് പ്രാവശ്യം. 63,182 വോട്ടാണ് LDF-ന്. 33,677 വോട്ടാണ് BJP-ക്ക്. ഇതിൽ 63,000 എന്ന് പറയുമ്പോൾ 9,000-ഓളം വോട്ട് ഇങ്ങോട്ട് മാറുന്നു. അവരെ 52,000 കുറയും. അല്ല, 54,000 കുറയും LDF-ന്. ഇവർ 68,000 എന്ന് പറയുമ്പോൾ 77,000 മാറും. പ്ലസ് BJP-ന്റെ കൂടെ ആകുമ്പോൾ 80,000 മാറും.
3300 എന്ന് പറഞ്ഞാൽ 80,000 വോട്ട് മറിയുകയാണെങ്കിൽ എന്താ കഥ? 26,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ലക്ഷ്യ ക്യാമ്പ്, കോൺഗ്രസിന്റെ ക്യാമ്പ് നടത്തേണ്ടിയിരുന്ന സ്ഥലം യഥാർത്ഥത്തിൽ മഹേഷിന്റെ ഹാർഡ് വർക്കാണ്. അവിടെ അടിത്തട്ട് വരെയുള്ള പ്രവർത്തനം വേറെയുണ്ട്. അപ്പോൾ ഇത്തവണയും തദ്ദേശ സ്വയംഭരണത്തിൽ അത് നിലനിർത്തി എന്നുള്ളതാണ് അവിടെ. അപ്പം 26,000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷം എവിടെ കിട്ടാം? നമ്മുടെ കരുനാഗപ്പള്ളി കിട്ടാം. ഇനി അടുത്തത് ഇരവിപുരമാണ്. ഇരവിപുരത്ത് LDF 105 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ബാലൻസ്ഡാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു ശക്തമായ കൊടുങ്കാറ്റിൽ LDFന്റെ വോട്ട് 15% UDFിലേക്ക് പോകും എന്നുള്ളതും 24,221 10%, 2,400 വോട്ട് എന്ന് പറയുമ്പം 7,000, 9,000, 10,000 വോട്ടിൻ്റെ അടുത്ത് കുറയും മൊത്തം കുറയും. അപ്പം ഇവരെ വോട്ട് 45,000 നിന്ന് 35,000 മാറുമ്പോൾ ഇവിടെ 45,000 നിന്ന് 13,000 55,000 മാറും. മനസ്സിലായി? ഏകദേശം 13,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഇരവിപുരത്ത് 13,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിട്ട് മാറും. പിന്നെ ചവറ ഇപ്പം തന്നെ 7,796 വോട്ടിന്റെ ലീഡ് UDFിനുണ്ട്. അതായത് 60,508 വോട്ടാണ് UDFിനുള്ളത്, വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തം 52,712 വോട്ടാണ് LDFിനുള്ളത്. പിന്നെ 19,561 വോട്ട് BJPക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 7,000, 2,000, 9,000 വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 69,000 മാറും. 52,000 വോട്ട് നേരെ 7,000 വോട്ട് പറഞ്ഞാൽ 45 മാറും. 45ഉം 70,000 എന്ന് പറഞ്ഞാൽ എത്രയും? അപ്പം 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിട്ട് കൂടും. 25,000 വോട്ട് ഭൂരിപക്ഷം കൂടും നേരം അവിടെ. ഓക്കെ, 25,000 വോട്ടായി മാറും ഭൂരിപക്ഷം. പിന്നെ കൊല്ലം 43,051 വോട്ടാണ് UDFിന് കിട്ടിയത്. 45,629 വോട്ട് LDFിനുണ്ട്. അവിടെ 2,578 വോട്ട് LDFിന് ലീഡുണ്ട്. ഇതിൽ LDFിന് 45,629 പറയുമ്പോൾ അതിൻ്റെ 15% 7,000 വോട്ട്. 7,000 വോട്ട് 43,000 കൂട്ട് 50,000, ഇത് 38,000 മാറും. കൊല്ലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. മുകേഷിന്റെ സീറ്റാണ്. മുകേഷ് വീണ്ടും മത്സരിക്കാൻ വാശി പിടിക്കുന്നു. മാത്രമല്ല, മുകേഷിനെ മാറ്റി പുറത്തേക്ക് കൊണ്ട് ചിന്താ ജെറോമിനെ വരുന്നെങ്കിൽ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വെറുതെ വോട്ട് കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. ആ സാഹചര്യം കൊല്ലത്തുണ്ട്. അപ്പം ഇവിടെ തന്നെ 38,000 വോട്ടായിട്ട് ഇവർ കുറയുമ്പം ഇവർ 50,000 മാറുന്നു. പിന്നെ 26,000 വോട്ടിൽ നിന്ന് അവരെ 10% കൂട്ടുമ്പോൾ ഏകദേശം 63,000 വോട്ടായിട്ട് മാറുമ്പോൾ ഏകദേശം 18,000 വോട്ടിൻ്റെ ലീഡ് ആർക്ക് കിട്ടുന്നു? 15,000 വോട്ടിൻ്റെ ലീഡ് കിട്ടുന്ന ആർക്ക്? നമ്മുടെ UDFിന് കിട്ടുന്ന സ്ഥലമായി മാറും കൊല്ലം. അതേപോലെ പത്തനാപുരം എന്ന് പറയുന്നത് ഇത്തവണ ഗണേശന്റെ പത്തനാപുരത്ത് UDFിന് 2,597 വോട്ടിന്റെ ലീഡ് ഉണ്ട്. 55,827 വോട്ടാണ് ഇപ്രാവശ്യം പത്തനാപുരത്തുള്ളത്, UDFിന് കിട്ടിയത്. 53,230 വോട്ട് LDFിന് കിട്ടിയിട്ടുണ്ട്. 22,666 വോട്ട് BJP കിട്ടിയിട്ടുണ്ട്. അപ്പം CPMന്റെ 53,730 7,000 വോട്ട് കുറഞ്ഞാൽ വരെ വോട്ട് 46,000 മാറും. ഗണേശനാണ് അവിടെ സ്ഥാനാർത്ഥി. പിന്നെ എതിരാളി നമ്മുടെ ചാമക്കാലയാണ്. ചാമക്കാല വിടാതെ പിന്തുടരുകയാണ്. അവിടെ ഫൈറ്റ് ചെയ്തിട്ട് തന്നെ നിൽക്കുകയാണ്. അവിടെ അങ്ങനെ അട്ടിമറിച്ചേ നിർത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം 46,000 വോട്ടായിട്ട് ചുരുങ്ങും. 7,000 വോട്ട് ചുരുങ്ങിയാൽ 46,000 വോട്ട് ഇവിടെ 62,000 മാറും. പിന്നെ ഇവിടുന്ന് 2,500 വോട്ട് മറ്റേവരെയും കിട്ടിക്കഴിഞ്ഞാൽ 65,000 വോട്ട്. 65,000 വന്നാൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിട്ട് മാറുകയാണ്. ആർക്ക്? പത്തനാപുരത്ത് ചാമക്കാല നിൽക്കുകയാണെങ്കിൽ. ചാമക്കാലയാണ് അവിടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി. അന്ന് മുതൽ ഗണേശന്റെ എല്ലാ കാര്യവും തുറന്നു കാണിച്ച് അടുത്തിട്ട് ഇവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ നമ്മുടെ മഹേഷ് കരുനാഗപ്പള്ളി, അതേപോലെയാണ് ഇപ്പം ചാമക്കാല പത്തനാപുരത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ അടുത്തത് കുന്നത്തൂരാണ്. കുന്നത്തൂർ ഇപ്പോഴത്തെ അവസ്ഥയിൽ UDFിനാണ് ലീഡ്. സംവരണ നിയോജകമാണ്. 64,504 വോട്ട് UDFിന് കിട്ടിയിട്ട് 63,910 വോട്ട് ഉള്ളു ആർക്ക്? CPMന്. പിന്നെ 32,918 വോട്ട് BJPക്കും. അവിടെയും LDFിൽ ആഭ്യന്തര കുഴപ്പമുണ്ട്. കോവൂർ കുഞ്ഞുമോനാണ് സ്ഥാനാർത്ഥി. അതിന് പകരം ഇവിടെ ചെറുപ്പക്കാരനായ വേറൊരു സ്ഥാനാർത്ഥിയുണ്ട്, ഉല്ലാസ് കോവൂർ. ഇവരുടെ സന്തതിപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റത്. ഇപ്രാവശ്യം അദ്ദേഹത്തോട് 2 സിമ്പതി വേവുമുണ്ട്, LDFിനോടുള്ള വിരോധമുണ്ട്. അപ്പോൾ കോവൂർ കുഞ്ഞുമോന് കുറേ കൂടെ ഈസി ആക്സസ് ആയിരിക്കും. ഉല്ലാസ് കോവൂറിന് ഈസി ആക്സസ് ആയിരിക്കും
കുന്നത്തൂരുണ്ടാകാൻ പോകുന്നത്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പ്രകാരം 63,919 വോട്ടിന്റെ 15% ഏകദേശം 10,000 വോട്ടോളം വരും. 10,000 വരും. മറ്റവര് 32,912 3,000 വോട്ടും കിട്ടിയാൽ 13,000 വോട്ട് കൂട്ടുമ്പോൾ 64,000 13,000 കൂട്ട് കൂട്ടുമ്പോൾ 77,000 വോട്ട് കിട്ടുകയാണ്. 77,000 വോട്ട്. 63,910 വോട്ടിൽ നിന്ന് 10,000 കുറയുമ്പോൾ 53,000 കുറയും. 53,000. ഇവിടെ 64,000 നിന്ന് 13,000 കൂടെ 77,000 എന്ന് പറയുമ്പോൾ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ കുന്നത്തൂരുണ്ടാകാം എന്നുള്ളതാണ്. തീർന്നില്ലേ? ഇനി ഒരു മണ്ഡലം കൂടെ, ചടയമംഗലം. ചടയമംഗലത്ത് നമ്മളെ ചിഞ്ചൂർ റാണി പ്രാവശ്യം കര പിടിക്കുന്ന കോലം കാണുന്നില്ല. 1193 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ചിഞ്ചൂർ റാണിന്റെ മണ്ഡലത്തിൽ ഇപ്പം തദ്ദേശ ഉള്ളൂ. അവരെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 57,636 വോട്ട് UDF, 58,829 LDF, 17,314 വോട്ട് BJP. അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രെൻഡ് പ്രകാരം, ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 15% ഇപ്രാവശ്യം കിട്ടിയ വോട്ട് LDF കിട്ടിയ വോട്ട് UDF പോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 9,000 വോട്ട് കുറഞ്ഞാൽ ഇവരെ 49,000 കുറയും. ഇവരേത് 9,000 കൂട്ടിയ 66,000 മാറും. പിന്നെ BJPന്റെ 2,000 വോട്ട് ഇങ്ങോട്ട് മറിയുകയാണെങ്കിൽ അതും കൂടെ കൂട്ടുമ്പോൾ 68,000 വോട്ടായി മാറി. ഏകദേശം 20,000 വോട്ടിന്റെ ലീഡ് ചടയമംഗലത്ത് ഉണ്ടാകാം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള നമ്മൾ എത്ര ഡിസ്കൗണ്ട് ഇട്ട് കൂട്ടിയാലും ഒരു 10,000 വോട്ടിൽ കൂടുതൽ ജയിക്കാൻ പറ്റുന്ന ധാരാളം സീറ്റുകൾ കൊല്ലം ജില്ലയിൽ തന്നെയുണ്ട്. കൊല്ലം ജില്ലയിലെ 11 സീറ്റുകൾ 10,000 വോട്ടുകളിൽ മറ്റ് 25,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിന് UDF 11 സീറ്റും കൊണ്ടുപോകാനുള്ള സാധ്യത. നമ്മുടെ ധാരണയും നിരീക്ഷകരുടെ വിലയിരുത്തലും കൊല്ലം ജില്ല എന്ന് പറയുമ്പം കണ്ണൂരിനേക്കാൾ കൂടുതൽ ബേസിക്കായിട്ട് ഇടതുപക്ഷ വോട്ടുള്ള സ്ഥലമാണ്. അതുപോലെ UDFന്റെ ഭാഗത്തുള്ള അഡ്വാൻറ്റേജ് RSP, ശക്തമായ മുസ്ലിം ലീഗ് പോലെ തന്നെ സഹായിക്കാൻ പറ്റുന്നൊരു സംഘടനയാണ് RSP. അങ്ങോട്ട് മാത്രം മേടിക്കല്ല, ഇങ്ങോട്ട് വോട്ട് കിട്ടും. അല്ല, കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും BJPക്ക് പല സ്ഥലങ്ങളിലും ഒരു വലുതായി വരുന്നത് കാണുന്നുണ്ട്. അവരെ ചാത്തന്നൂർ മാത്രമായിരുന്നു, ഇപ്പോൾ ഒന്ന് മറ്റുള്ള കൊല്ലം കോർപ്പറേഷനിലും ഒക്കെ തന്നെ കയറി വരുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഭരണവിരുദ്ധ വികാരം, അതായത് ഈ ഭരണത്തിനെതിരെയുള്ള ആളുകൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആർക്ക് പിണറായിയെ തോൽപ്പിക്കാൻ പറ്റുന്ന അവർക്ക് അതാണ്. UDF ആണ്. BJP ആയിരുന്നു, BJP ഇപ്രാവശ്യം BJP അല്ല എന്നുള്ളതുകൊണ്ട് BJP കിട്ടിയ അണികളുടെ വോട്ടടക്കം BJPക്ക് വോട്ട് ചെയ്താൽ വേസ്റ്റ് ആകുമെന്നുള്ള ധാരണ വരും. ഇതാണ് കൊല്ലത്തിന്റെ പിക്ചർ. അടുത്തത് പത്തനംതിട്ടയിൽ കടക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം.